നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഒരു ക്വാറിയിലാണ്. ഈ കാണുന്ന ഒരു ക്വാറിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മഴ പെയ്യുന്ന സമയത്ത് നല്ല വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റിക്കണം, നമുക്കിത് ഡീവാട്ടറിങ് ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ വെള്ളത്തിലോട്ട് വരാൻ വേണ്ടി ഏകദേശം ഒരു 15 മീറ്ററോളം അതിന് ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്, വെള്ളത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 അടിയോളം വെള്ളം നമ്മൾക്ക് ഇവിടെ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ കാണുന്ന ഹൈറ്റിലോട്ട്, അത് ഏകദേശം ഈ കാണുന്ന ഹൈറ്റ് ഒരു 25 മീറ്ററോളം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ആ ഹൈറ്റിലോട്ട് നമുക്ക് വെള്ളം പമ്പ് ചെയ്ത് ഇത് ഡീവാട്ടറിങ് ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ കോറി നന്നായിട്ട് നിറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഈ ഔട്ട് ഓഫ് കൺട്രോളിലുള്ള വെള്ളമായിരിക്കും, ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വരും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഈ വെള്ളം വറ്റിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ കോറിയുടെ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോറിയിൽ ഉപയോഗിക്കുന്നത് ക്രോംപ്ടന്റെ ഒരു 20 HP ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പാണ്. അപ്പോൾ അതിന് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ ഒരു കോറി ഡീവാട്ടറിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഒരു ഭീമാകാരനായ പമ്പാണ്. അപ്പോൾ ഇത് ക്രോംപ്ടന്റെ 20 HP ഒരു പമ്പാണ്. OWR 20.2 എന്നാണ് ഈ പമ്പിന്റെ മോഡൽ നമ്പർ. ഈ പമ്പിന്റെ ഹെഡ് റേഞ്ച് 30 മുതൽ 51 മീറ്റർ വരെയാണ് ഈ പമ്പിന്റെ ഹെഡ് റേഞ്ച്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ചാർജ്, മാക്സിമം ഡിസ്ചാർജ് 30.83 LPS അതുപോലെ മിനിമം ഡിസ്ചാർജ് 13.3 LPS ആണ്. അതായത് നമ്മൾ ഇവിടുത്തെ സൈറ്റില് ഹെഡ് എന്ന് പറയുന്നത്, നമുക്ക് ഇവിടുത്തെ ആക്ച്വൽ ഹെഡ് വരുമ്പോൾ 35 മീറ്റർ ഇതിന് ഹെഡ് വരും. ഈ 35 മീറ്ററിൽ ഇതിന് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏകദേശം 1,10,000 ലിറ്റർ ഈ പമ്പിന് നമുക്ക് ഡിസ്ചാർജ് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ പൈപ്പ് സൈസ് വന്നിട്ട് 3 ഇഞ്ചാണ്. എന്നാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ 3 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിന്റെ പൈപ്പ് സൈസ് ഏകദേശം ഒരു 100 മീറ്ററോളം ലെങ്ത് ഉണ്ട്. അപ്പോൾ അതിന്റെ ഫ്രിക്ഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പൈപ്പ് സൈസ് 4 ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പമ്പ് എടുക്കുന്ന കറണ്ട് 39 ആംസ് ആണ് ഇതിന്റെ കറണ്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കണക്ഷൻസ്, അതായത് ഇതിന്റെ പവർ സപ്ലൈ കണക്ഷൻ വന്നിട്ട് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ആണ്. അതായത് ഇതിൽ 2 കേബിൾ നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്ന HDP ഹോസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് 4 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇത് 10 kg തിക്നെസ്, നമ്മൾ ഈ കാണുന്ന പോലെ ഇത്രയും ഹെവി തിക്നെസ് ഉള്ള HDP ഹോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഹോസ് 12 അടിയോളം നമ്മൾ ഡയമീറ്റർ ഉണ്ട്. ഇതിന്റെ ഇപ്പൊ ഈ ചുരുട്ടി വെച്ചേക്കുന്നതിന് 12 അടിയോളം ഡയമീറ്ററിലാണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ ഈ പിക്കപ്പിൽ കൊണ്ടുവന്ന തന്നെ ഒരു കലയായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. 3.5 × 25 സ്ക്വയർ mm RR ബ്രാൻഡിന്റെ UG കേബിൾ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ 2 ലൈൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ സ്റ്റാർ ഡെൽറ്റയുടെ കണക്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ലൈൻ ആയിട്ടാണ് നമ്മൾ UG കേബിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് 200 മീറ്റർ കേബിൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. L&T ബ്രാൻഡിന്റെ MUG 20HN എന്ന് പറയുന്ന പാനൽ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ പ്രിവെന്റർ യൂണിറ്റ് ഉണ്ട്, അതായത് സിംഗിൾ ഫേസ് പ്രിവെന്റിംഗ് യൂണിറ്റ്സ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ വോൾട്ട് മീറ്ററും അമ്മീറ്ററും എല്ലാം ഉണ്ട്. നമുക്ക് എത്ര കറണ്ട് എടുക്കുന്നു, വോൾട്ടേജ് എടുക്കുന്നു, എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. നല്ല മഴ പെയ്ത് കോറി ഫുള്ളായിട്ട് നിറയുമ്പോൾ നമ്മുടെ പമ്പ് താഴെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പമ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബാരൽ ടൈപ്പ് ഒരു ഫ്രെയിമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഈ കാണുന്ന 2 വാക്യൂം ആയിട്ടുള്ള 2 ബാരൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാരൽസ് വെച്ചിട്ട് ഈ ബാരൽസിന്റെ സെൻട്രൽ പോർഷൻ ആണ് നമ്മൾ പമ്പ് ഫിക്സ് ചെയ്യുന്നത്. ഈ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പമ്പ് വെള്ളം കൂടിയ സ്ഥലത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് വെള്ളം കുറയുന്ന സ്ഥലത്തോട്ട് പതുക്കെ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യും. ആക്ച്വലി ഇതൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ്, ഫ്ലോട്ടിംഗ് സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പമ്പ് നമുക്ക് ഒഴുകി ഇങ്ങനെ നടക്കും, വെള്ളം കുറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകും. അതായത് വെള്ളം ഒത്തിരി ഉള്ള സമയത്ത് ഈ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ പമ്പ് ഓൺ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ വെള്ളം വറ്റണം. ആ സമയത്ത് ഡ്രൈ ആയിട്ട് ഓടുകയോ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോയ സ്ഥലത്ത് വെള്ളം തീർന്നു പോയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബാരൽ സിസ്റ്റമാണ് നമ്മൾ ഈ സിസ്റ്റം.
അങ്ങനെ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ പമ്പ് നമ്മുടെ ഫ്ലോട്ടിംഗ് സ്റ്റാൻഡിൽ നമ്മൾ പിടിപ്പിച്ചു. അതുപോലെ അതിന്റെ പ്ലംബിംഗ് കണക്ഷൻസും അതുപോലെ ഇലക്ട്രിക്കൽ കണക്ഷൻസും എല്ലാം കറക്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പാനൽ ഓൺ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് കറണ്ട് 40 ആംസ് എടുക്കുകയും അതിനുശേഷം റണ്ണിംഗ് കറണ്ട് വന്നിട്ട് 23 ആംസ് എടുക്കുകയും ചെയ്യും. അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഈ പൈപ്പിലൂടെ ഇത്രയും ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഏകദേശം ഒരു മണിക്കൂറിൽ ഏകദേശം 1,10,000 ലിറ്റർ ആണ് നമ്മൾ ചാർട്ടിൽ പറയുന്നത്. മിനിമം 1 ലാക്ക് ലിറ്റർ എന്തായാലും ഈ പമ്പിൽ നമുക്ക് ഫ്ലോ കിട്ടും. അങ്ങനെ ഈ സൈഡിലെ വർക്ക് എല്ലാം കഴിഞ്ഞു. നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഈ വീഡിയോ കണ്ടതുപോലെ നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഡീവാട്ടറിംഗ് സിസ്റ്റംസ്, അതിപ്പോൾ കോറി ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലോട്ട് ആയാലും അല്ലെങ്കിൽ വീടിൻ്റെ സ്ഥലത്തൊക്കെ ആണെങ്കിലും ചെറുതും വലുതുമായാലും എല്ലാ രീതിയിലുള്ള ഡീവാട്ടറിംഗ് സിസ്റ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ള പ്രോഡക്ട്സും മെറ്റീരിയൽസും ആണെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. M&S എഞ്ചിനീയറിംഗ് കമ്പനിയെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, അത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും അതുപോലെ കോൺടാക്ട് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.